ജൂനിയർ വിഭാഗം സിംഗിൾ സോങ് മത്സരമാണ് നടക്കുന്നത്. പേര് നൽകിയവർ അഫ്ഫാൻ, സയാൻ, റാസി, റൈഹാൻ. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് അഫ്ഫാൻ ഓൺ ദി സ്റ്റേജ്. അസ്സലാമുഅലൈക്കും. മക്കത്തെ രാജാതിയായി വാങ്ങിടും ഹാദികാബി മുഹമ്മദിനെ വേണാൻ രാജാവല്ല മാലിനി മാണിയായ ഹാദിജാബി കൂടുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. മക്കത്തെ രാജാതിയായി വാങ്ങിടും ഹാദികാബി മുന്തി മുഹമ്മദിനെ വേണാൻ രാജാവല്ല മാലിനി മാണിയായ ഹാദിജാബി കൂടുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. സുസ്ഥിരമിൽമിക ദൂതര വിട്ട് സ്ഥിതിഗതി ആമതിനെ അറിവിട്ട് സുബ്ഹാനവരുടെ വിധി പോലക്ക് മുല്ലപ്പൂ ഭാഷകത്ത ചോയികൾ പാരായുന്നേ. വല്ലേ മുഹമ്മദോ ശ്രദ്ധിച്ചു കേൾക്കുന്നേ മന്ത്രിക്കും മട്ടിലൊരു മറുപടി പറയുന്നേ. മുന്തിരി തോന്നുന്നേ ആണക്കുളമുന്നേ. മക്കത്തെ രാജാതിയ നീളും ഹാദിജാബി മുന്തി മുഹമ്മദിനെ വേണാൻ രാജാവല്ല മാലിനി മാണിയായ ഹാദിജാബി കൂടുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. അപ്പ സിംഹകൻ അംഗത്തെന്നോരത്തരമുള്ളവരിട്ടൊരു വിത്ത് എത്തിക്കുവേലിതിനൊരു വിത്ത് ആരംഭമാകളാറ്റൽ ബീവി മദീനാടെ അബ്ദുള്ളയുടെ മകനീണയാക്കി കൊടുക്കാനെ. ആനന്ദ പൂവേലിയിൽ സമ്മതമാരുളുന്നേ മേലായ പാടച്ചോന്റെ വിധി വന്ന് പുലരുന്നേ. എല്ലാരും എത്തുന്നേ കൽബ് തുടിക്കുന്നേ. മക്കത്തെ രാജാതിയായി വാണിടും ഹാദിജാബി മുന്തി മുഹമ്മദിനെ വേണാൻ രാജാവല്ല മാലിനി മാണിയായ ഹാദിജാബി കൂടുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. പൂത്തൊരു പുന്തിരി ചന്ദിരനൊത്ത് ബീവി ഖദീജ ചുണ്ടുതൊടുത്ത് വീരിതമേനിയിൽ മൊഞ്ചു പെരുത്ത് മണവാളം മാനം കൊള്ളാൻ മാനസം കോതിക്കുന്നേ. മണവാട്ടി ചമയുവാൻ ഖദീജബിൽ തീരക്കുന്നേ. മേലായ പാടച്ചോ വിധി വന്ന് പുലരുന്നേ. എല്ലാരും എത്തുന്നേ കൽബ് തുടിക്കുന്നേ. മക്കത്തെ രാജാതിയായി വാണിടും ഹാദിജാബി മുന്തി മുഹമ്മദിനെ വേണാൻ രാജാവല്ല മാലിനി മാണിയായ ഹാദിജാബി കൂടുവിലായി നമ്മേറുന്നേ സന്തോഷം പേറുന്നേ. Next, Zayan, 5th standard on the stage. അസ്സലാമുഅലൈക്കും. ആകെ പടച്ചോന്റെ ആദ്യം ആദരവായ റസൂലുള്ളാഹ് സന്ദേശം
അസ്സലാമു അലൈക്കും. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വഹ ജനിച്ചതല്ലേ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഖാതിമുൻ നബി അവരിലായിരം സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ഖാതിമുൻ നബി അവരിലായിരം സലാം. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വഹ ജനിച്ചതല്ലേ. ഒളിതിളങ്ങിയ മണി വിളക്കതുമായി ഇരുമാകെ തെളിവകത്തിടുമായി ഇല്ലാകില മധുരിതക്കനിയെ. ഒളിതിളങ്ങിയ മണി വിളക്കതുമായി ഇരുമാകെ തെളിവകത്തിടുമായി ഇല്ലാകില മധുരിതക്കനിയെ. നബിയെ മല ത്വാഹ നബിയെ താരപ്രവേ തളിർപ്പൂവിന്നലെ. നബിയെ മല ത്വാഹ നബിയെ താരപ്രവേ തളിർപ്പൂവിന്നാകെ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വഹ ജനിച്ചതല്ലേ. ഇതോടുകൂടി ജൂനിയർ വിഭാഗം സിംഗിൾ സോങ് മത്സരം അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ നടന്ന കിഡ്സ് വിഭാഗം സിംഗിൾ സോങ് മത്സരത്തിലെ മത്സരാർത്ഥി മുഹമ്മദ് അസ്സലാമു അലൈക്കും. അമ്പലമുറ്റത്തമ്പിളി വന്ന് നമ്പിയരാജൻ കാണാനോ, എന്റമ്പിയരാജനെ കാണാനോ. ചെമ്പകമേനി ഇതരു വിരിച്ചത് മുത്തിനെ മുത്തി മണക്കാനോ, മുത്തിനെ മുത്തി മണക്കാനോ. പൂവിലെ നീ പാട്ടുപാടിയതെന്റെ ഹബീബിനൊറക്കാനോ, നീ എന്നെ ഹബീബിനൊറക്കാനോ. പൂമയിലെ നീ പീലി വിടർത്തിയതാൽ പുഞ്ചിരി കാണാനോ, ആ പൽ പുഞ്ചിരി കാണാനോ. താരങ്ങൾ വന്നിട്ടൊന്നിച്ചു തീർച്ചതെന്റെ ഹബീബിന് ചാർത്താനോ, ഒരു സ്വാഗതഹാരം ചാർത്താനോ. സാഗരമേതിര തുള്ളി കളിക്കുന്നതാനന്ദം അറിയിക്കാനും, ഈ ജന്മദിൻ കൊണ്ടാടാനോ. അമ്പലമുറ്റത്തമ്പിളി വന്ന് നമ്പിയരാജൻ കാണാനോ, എന്റമ്പിയരാജനെ കാണാനോ. ചെമ്പകമേനി ഇതരു വിരിച്ചത് മുത്തിനു മുത്തി മണക്കാനോ, മുത്തിനു മുത്തി മണക്കാനോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മർഹബാ യാ മുസ്തഫ, മർഹബാ യാ മുസ്തഫ, മർഹബാ യാ മുസ്തഫ, യാ ഹബീബല്ലാഹ്. നൂർ ആ ഗയാ, നൂർ ആ ഗയാ, നൂർ ആ ഗയാ, നൂർ ആ गया, नूर आ गया, नूर आ गया, नूर आ गया, नूर आ गया। आमिना बीबी कुंजे
അമ്പിളിച്ചേലുള്ള അമ്പലമണമുള്ള അമ്പത്തരുവിയാൽ പൂമുത്തേ ഹാജറ ദൂരരിയായി ആദരപൂവിന്റെ ആയിരം ചന്ദ്രപ്പൂ ദൂരായി ഹാജറ Dear brothers, parents and teachers, I am so happy to privileged to address this function. So first and foremost, I praise Allah who blessed with me with this opportunity. Now I want to take this chance for presenting my views about Islam. Islam is the religion, one religion acceptable to Allah. All other religions are deviation from the real path. Allah says in Holy Quran, "Don't die as non-Muslim." Islam is the religion, one religion acceptable to Allah. The first man of the earth was Adam. He worshipped only one God. Who came after Adam? They praised the same thing. After Adam, people began to worshiping idols. They started to make their photos of their saints. Later, photos became idols. This was the first deviation religion all over the world. The hundreds of such deviation religions are all over the world. Assalamu alaikum. Assalamu alaikum. Good evening, dear friends, dear respected brothers, respected teachers, and other esteemed persons. Today I am here to say some words about the legacy of Prophet Sallallahu Alaihi Wasallam. First and foremost, I would like to praise Allah who blessed me with this opportunity. Alhamdulillah. Prophet was born on 570 AD. During that time, Mecca was the center of all bad habits. It was where common girls were buried alive. They had no rights to live in this world. So then, Mecca was the center of all bad habits. So Prophet started from zero. He brought cultureless and ruling behavior people to a modern society. He brought his characters through his good acts. Allah says in the Holy Quran, "O Prophet, you possess good characters." Prophet then one day went to Taif and started to propagate Islam, but they did not receive Prophet and started throw at him with stones. One day, then Jibreel came and asked permission from Prophet to destroy Taif between two mountains. And then Prophet said, "Oh Allah, forgive my people. They are ignorant. They know nothing." So then, with this event, we can understand that Prophet is a person with a broad heart and extreme kind heart. So we must all follow him. May Allah bless us. Ameen. Assalamu alaikum. അസ്സലാമലൈക്കും. കഥ എന്ന് കേൾക്കുമ്പോൾ കാത് കൂർപ്പിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരെ, ഞാൻ ഇന്ന് എൻ്റെ വക ഒരു കഥ പറയാം. നബിയും സഹാബികളും ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നു. രസകരമായിരുന്നു അവരുടെ പരാതി. ഞങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടും വയറ് നിറയുന്നില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു,
नारे रिसालत या रसूल अल्लाह मरहबा या मुस्तफा मरहबा या मुस्तफा मरहबा या मुस्तफा मरहबा या मुस्तफा या हबीब अल्लाह नूर आ गया 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 आमीना बीबी പുഞ്ചിരിച്ചു नूर आ गया മക്ക മണ്ണിൽ നൂറുദിച്ചു नूर आ गया മണ്ണും പെണ്ണും ശുക്ർ പുതിച്ചു नूर आ गया ലോകമാകെ വെൺമ പൂത്തു नूर आ गया പുകളുകളാണ് പുതമാകെ പൂതലഞ്ഞ ഉലകമിലാകെ നൂർ ആ ഗയാ 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 വർണ്ണമൊഴുകും വാരിതിൽ പൂത്തിക്കടൽ തിരം കൊണ്ടതിൽ വാഴ്ത്തിടും തിരുനൂറിലെ തൂമന്ദഹാസം നൂറില नूर आ गया 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 तेरी नस्ले पाक में है बच्चा बच्चा नूर का तू कहना नूर तेरा सब कराना नूर का नूर आ गया 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 ആനശീലകൾ ഓതുകിൽ ആനന്ദരാവും ഓതുകിൽ അൽ അമീനിൽ ചാത്തിടാം ആരംഭമേ നബി നൂറിലെ ലബ്ബൈക് ലബ്ബൈക് ലബ്ബൈക യാ റസൂലല്ലാഹ് ലബ്ബൈക് ലബ്ബൈക് ലബ്ബൈക യാ റസൂലല്ലാഹ് മർഹബാ യാ മുസ്തഫ മർഹബാ യാ മുസ്തഫ മർഹബാ യാ മുസ്തഫ മർഹബാ യാ മുസ്തഫ യാ ഹബീബല്ലാഹ് നൂർ ആ ഗയാ നൂർ ആ ഗയാ നൂർ ആ ഗയാ നൂർ ആ ഗയാ नूर आ गया 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 अस्सलाम അതിലും മേലെ ഇഷ്ടം എന്റെ
കഥകൾ കേട്ടിരിക്കുന്ന കൂട്ടുകാർക്ക് മുമ്പിൽ ഒരു മുഷിതത്തി വിവരിക്കുകയാണ് ഞാൻ. കേട്ടിട്ടില്ലേ നിങ്ങൾ തിത്തിപ്രോധവാനുവിനെ? ഖുർആൻ ശപിച്ച മനുഷ്യൻ അയാളുടെ ഭാര്യയുണ്ട്. അതിലേറെ വൃത്തികെട്ടവൾ വിറകുകാരിയാണെന്നാണ് ഖുർആൻ അവളെ പരിചയപ്പെടുത്തുന്നത്. കേൾക്കുമ്പോൾ അവളുടെ ക്രൂരത മുത്തു തങ്ങൾ നടക്കുന്ന വഴിയിലെല്ലാം അവൾ കടുത്ത മുള്ളുകൾ വിതറും. എന്നിട്ട് എന്താ കാര്യം? മുത്തു തങ്ങൾ പൂക്കളിൽ മേൽ ചവിട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരിക്കൽ മസ്ജിദുൽ ഹറാമിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയും ഇരിക്കുന്ന സദസ്സിലേക്ക് അവൾ ഓടി വന്നു. കണ്ടപാടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവളുടെ നാവ് മോശമാണ് നബിയെ, അങ്ങ് മാറി നിന്നാലും. നബി ഒന്ന് പുഞ്ചിരിച്ചു പറഞ്ഞു, അവൾ എന്നെ കാണില്ല. അടുത്തു വന്ന അവൾ നബിയെ തിരക്കി. കല്ല് ഉയർത്തി പിടിച്ച് ഇതുകൊണ്ട് എന്തറിയുമെന്ന് ഭീഷണി മുഴക്കി കുറെ പുലമ്പി. അവൾ പോയി എന്ന് മനസ്സിലാക്കിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, അങ്ങനെ അവൾ എന്തുകൊണ്ട് കണ്ടില്ല? തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ എനിക്ക് മുമ്പിൽ ചിറക് വിരിച്ചിരുന്നു. ആ മറവിൽ അവൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ നബിയുടെ ഒരു മുൻപിലത്ത് ഇതുപോലെ ധാരാളം മുൻപിൽ നമ്മുടെ നബിക്കുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ ഞാൻ പോകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എന്റെ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറയട്ടെ. എന്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനുഷ്യനെ ഉയരണിക്കുന്ന കാലത്ത് ഓരോ മണ്ണും കൊതിച്ചു പോകുന്നു. ആ ഒരു കാലസ്പർശം എന്നിലായിരുന്നെങ്കിൽ ആ കാലത്ത് മറ്റാരുമല്ല, പ്രവാചക തിരുവടി സമുദായത്തിലും പങ്കെടുക്കുകയാണ്. മരുഭൂമിയിലൂടെ നടന്നു പോകുകയും അല്പം കാടുള്ള നിരന്ന സ്ഥലങ്ങളിലെപ്പോൾ ഒരു ഏറിയ മരത്തിന്റെ ശബ്ദം നേടി തങ്ങൾ കേട്ടു. ഒരു മലവീണ് കടന്നു പോകുന്നു. തന്റെ അരികിൽ മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടത് കരച്ചിലിന്റെ ശബ്ദം തുടങ്ങി. കണ്ണുകളിൽ ഒലിപ്പിച്ചുകൊണ്ട് മാൻപേട പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നത് തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ നബി തങ്ങൾ മലവേടിനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചു വിടൂ. ഇത് അതിന്റെ കുട്ടികൾ
വിട്ട് കളയും. രക്തങ്ങൾ പറഞ്ഞു, താങ്കൾ എന്നെ എന്തും ചെയ്യാം. ഉടനെ ആ മലമേടൻ മണ്ണിനെ അടിച്ചു വിട്ടു. ഞാൻ ഓടി മറിഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കി നിന്നു. മലമേടൻ കടാര നദിയുടെ വെള്ളത്തിലേക്ക് നീട്ടി. അപ്പോഴതാ പടലങ്ങൾ പടർത്തിക്കൊണ്ട് മാൻപേട എത്തി കഴിഞ്ഞു. മലമേടൻ അമ്പരന്നു. ഇതെന്തൊരു അത്ഭുതമാണ്. ഉടനെ തന്നെ നിബിധങ്ങൾ അവനെ ചോദിച്ചു, തങ്ങൾ ആരാണ്? നിബിധങ്ങൾ പറഞ്ഞു, ഞാനാണ് 5 പ്രവാചകർ മുഹമ്മദ് ഇത് കേട്ട് മലവീരൻ ഉടനെ തന്നെ ഇസ്ലാം മതം എന്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. എത്രയോ ഞാൻ എന്റെ ഒരു കഥ അവസാനിക്കുന്നു. അസ്സലാമു അടുത്തത് നജിബ ഫാത്തിമ. പണ്ടേ മദീനയും പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഫാത്തിമ. അന്നേ തൊട്ടിന്നോളം നോറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് ഫാത്തിഹ. എന്നും മുഹിബിന്റെ മുന്നിൽ മദീഹത്ര പാടി ഞാനിന്നെന്ത് ജോറില. ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറില. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഫാത്തിമ. അന്നേ തൊട്ടിന്നോളം ഞോറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് ഫാത്തിഹ. എന്നും മുഹിബിന്റെ മണ്ണിൽ മദീനത്ര പാടി ഞാനിന്നെന്ത് ജോറില. ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറില. റോദയിൽ പോകാനീ കൽബോന്നല്ല, തോബയിൽ പോലും കരഞ്ഞ കണ്ണല്ല. റോദയിൽ പോകാനീ കൽബോന്നല്ല, തോബയിൽ പോലും കരഞ്ഞ കണ്ണല്ല. നീറിപ്പോകയും മനസ്സല്ലാതില്ല, എണ്ണി പറയാനും തെറ്റല്ലാതില്ല. പറഞ്ഞു പറഞ്ഞു പകലിരവുകൾ കൊയിഞ്ഞു വല്ലാതെ, പാദം ചേർക്കണം വൈകാതെ. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഫാത്തിമ. അന്നേ തൊട്ടിന്നോളം
ചോരില്ല ഒന്നും നേരാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താ ബേജാറില്ല കൂട്ടുകാരെല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരൻ ഞാനോ ഇന്നും തണിച്ച് കൂട്ടുകാരെല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരൻ ഞാനോ ഇന്നും തണിച്ച് തേട്ടം ഹബീബിന്റെ നോട്ടം മോഹിച്ച് കോട്ടമില്ലാതല്ല നോട്ടും കൊതിച്ച് കൊതിച്ച് നീനച്ചയോടിയ പാട്ടുമായി കാറ്റേലും പോയെങ്കിൽ മദീനത്ത് പ്രാവുകൾ പാടിയെങ്കിൽ പണ്ടേ മദീനെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഹാദിമ അന്നേ തൊട്ടിന്നോളം നോരെപ്പോമോ കണ്ണില്ലേ ഞാനിന്റെ മാതിഹ എന്നും മുഹിബിന്റെ മുന്നിൽ മദിഹത്ര പാടി ഞാനിന്ന് ജോറില ഒന്നും നേരാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താ ബേജാറില്ല അടുത്തതായി അടുത്തതായി മുതിർന്നവരുടെ അബൂബക്കർ. ജഗതപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ അധിപതിയൊന്നും മക്കള കേട്ട ജമായല്ലോ അരുവികൾ പോലും വറ്റി വരുന്നൊരു സഭാഗോത്രത്തിൽ ഇരുവിൽ തൊട്ടാൽ കൈക്കൊള്ളുന്നൊരു മൺകരി മണലിൽ മുറ്റത്തിൽ പല പല വർണ്ണ പൂക്കൾ വിരിയുന്ന വർണ്ണ മനോഹര തോട്ടത്തിൽ പല പല വെട്ടി തിളങ്ങുന്നൊരു പഴമൊഴി നീള കൊട്ടാരം ആ കൊട്ടാരത്തിൽ തട്ടുകളിട്ടുണ്ട് ആ തട്ടുകളിട്ട്
എട്ടിലും എട്ടെട്ടറയുണ്ട് എട്ടെട്ടിലും കട്ടിലും തൊട്ടിലും തെട്ടിലും മേശയും കുറിസും കഥകത്തും മീനം സിരത്തും മണിമുത്തും മഹയും സിതത്തും പല പുത്തനും ചിത്രക്കൊത്തും ചെത്തും എന്ന് മികത്തും ഒരു വീട്ട് പുറത്തിനകത്ത് പകുത്ത് അടുത്തുയർത്തിയ കത്തിൽ നാലാം തട്ടിയിരിപ്പുണ്ട് മാണിക്യം കത്തിൽ നാലാം തട്ടിയിരിപ്പുണ്ട് ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ തരുണസ്വരമിൽ പുതുപുതോട് കഥയോടി തിരുസവിധത്തിൽ അധിപതിയെപ്പുതു മർക്കഥ കേട്ട ജപായല്ലോ കെട്ടിൽ കോട്ടയ്ക്കിരുമകനായിരം ജിന്നുകളുടെ പാറാവ് കുട്ടിച്ചന്താമര മുഖി നൽകി സാണ കോട്ടയുടാത്മാവ് കട്ടിൽ കോട്ടയുടെ അനുഭവം കണ്ട് കൊതിനുണ പൊട്ടിയ ചേരാവ് ഇസ്മുല്ലാത്താല പറഞ്ഞെത്തി ആ കാവലി ജിന്നുകൾ സത്യമയക്കി ഇറക്കിയ കത്താക്കി അത്യത്ഭുതകരമാം നിർമ്മിച്ചുള്ളൂ കട്ടിൽ നാലാം തട്ടിൽ കണ്ടെത്തി മാണിക്യം കട്ടിൽ നാലാം തട്ടിൽ കണ്ടെത്തി ൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ സ്വരമിൽ ഹുദൂദോട് കഥയോടി തിരുസവിധത്തിൽ അധിപതിയെപ്പുതു മക്കള കേട്ട ജവായല്ലോ ജിഗസില്ലോ പൊന്നഴകില്ലോ പൂമഴവില്ലോ പൂർണ്ണക്കല്ലോ രത്നക്കല്ലോ കണ്ണഞ്ചും ചെല ചെല കൊള്ളും ചെല ചെല ചാചാവും തിരുമുമ്പിൽ വന്നെത്തി മാണിക്യം മത്സരമായി തിരുമുമ്പിൽ വന്നെത്തി ജിന്നുമിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ തിരുസഭത്തിൽ അധിപതികൾ പുതുമക്കഥ കേട്ട ജവായല്ലോ ഉപദേശമോ സലാമിൻ കലമേ ഉപലോകമും നബി കരീമേ സല്ലല്ലാഹു
സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാനാതിരുറോടെ ഒന്നു ചേരണം. സൽഗുണ നേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വചനവുമായി ആശ തീർക്കണം. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടിയായി ഒന്നു ചേരണം. സൽഗുണ നേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വചനവുമായി ആശ തീർക്കണം. മർഹബ യാ മുസ്തഫ, മർഹബ യാ മുജ്തബ, മർഹബ യാ സൗദ യാ റസൂലല്ലാഹ്, സൗദ യാ ഹബീബല്ലാഹ്. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടിയ അതിലൂടെ ഒന്നു ചേരണം. ആചാര അട്ടമന്ത്രം അങ്ങേക്ക് പ്രിയമുള്ള ആശികല്യാണം. ആചാര ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രായമുള്ള ആശികല്യാണം. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാനാ തിരുറോടെ ഒന്നു ചേരണം. അസ്സലാമു അലൈക്കും. അടുത്തത് ഹാദിയ സബർ. Thank you.
തങ്ങളുടെ കാലിൽ ചേർക്കാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലെ എല്ലാവരും കാണുന്ന മകൾ അവർ മുകളിൽ അമർത്തുകയോ. അപ്പോൾ നമ്മുടെ അടുത്തതായി നമ്മുടെ മദ്രസ വിദ്യാർത്ഥി എല്ലാവർക്കും സുഖമല്ലേ? എന്തോ ഒരു ഉഷാറില്ലാത്തത്? ആരും ചായ പോലും കുടിച്ചിട്ടില്ലേ? അതിനൊന്നും സമയമില്ല, ഫുൾ ബിസി. ഓ, അതെന്താ അങ്ങനെ ഫുൾ ബിസി? റെയ്ഹാൻ പറ. സ്കൂൾ വിട്ട പിന്നെ ട്യൂഷൻ, അതിന് ശേഷം മദർസ വിട്ട പിന്നെ ഹോംവർക്ക്. ഈ തിരക്കിനിടയ്ക്ക് എവിടെയാണ് സമയം ഉസ്താദേ? ഓ അങ്ങനെ ഒന്നും കൂടി ഉണ്ടല്ലോ. അത് നിങ്ങൾ കരുതിക്കൂട്ടി വിട്ടതാണോ? അതെന്തോ ഉസ്താദേ? മൊബൈൽ ഗെയിമും അതിനല്ലേ കൂടുതൽ സമയം നിങ്ങൾ കളയുന്നത്. ആ, അപ്പോ അതിന്റെ സമയം കുറച്ച് ആ സമയം നല്ലതിന്റെ ഉപയോഗിച്ചോ. ആ, അത് പോട്ടെ. കുറച്ചു പേരെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? വാലേക്കും അസ്സലാം. എവിടെയായിരുന്നു ഇത്രയും സമയം? ഭയങ്കര ട്രാഫിക് ഉസ്താദ്. ബാംഗ്ലൂരിൽ പിന്നെ ട്രാഫിക് കൂടുതലാണ് എന്ന് അറിയില്ലേ? ഇതനുസരിച്ച് വീട്ടിൽ നിന്ന് കുറച്ച് നേരെ വിടണം. ഇന്ന് ക്ലാസ്സിൽ ചെക്കിംഗ് ഉണ്ടാകും എന്ന് പറഞ്ഞതല്ലേ? വിക്കിയിൽ നിന്നും കജിയിൽ നിന്നും ആണ് ചോദ്യം ചോദിക്കുന്നത്. ആ, ചോദിക്കുമ്പോൾ കാണാം. നമ്മൾ ശുദ്ധിയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? റാജി തന്നെ പറ, ശുദ്ധി എത്ര വിധമാണ്? 5 വിധം. ഓ, ഇതാണോ നീ ഫുള്ള് സെറ്റ് എന്നൊക്കെ പറഞ്ഞത്? 7 വിധം. ഇതെന്താ ലേലം വിളിയോ? 5ഉം 7ഉം ഒന്നുമല്ല. റെയ്ഹാൻ പറ. പതിനാലുമല്ല 28ഉം അല്ല. ഒന്ന് പോയാട്ടെ. ഒരു ചുക്കും പഠിക്കാതെ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ദയാൻ പറ. 2 വിധമാണ്. ഒന്ന് മുഴുവൻ, 2 കുളി നിർബന്ധമുള്ളത് കുളിക്കുക. അയ്യ, വൈകി വന്നാലോ മോന് പഠിച്ചിട്ട് വന്നത്. ആ, അടുത്ത ചോദ്യം സുധാനിനോട്. ഒലുവിന്റെ 2 നിയത്ത് ആണല്ലോ ഉള്ളത്. ഒന്ന്, ഒലുവിന്റെ നിയത്തിനെ ഞാൻ വീട്ടുന്നു എന്നും ഒലുവിന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നും. ഈ നിയത്ത് എപ്പോൾ വെക്കണം? അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വെക്കാം ഉസ്താദ്. ഇഷ്ടമുള്ളപ്പോൾ വെക്കാൻ. ഇതെന്തോ ബിരിയാണിയോ? ആദ്യം തന്നെ പറഞ്ഞാട്ടെ. കൈ 2 കഴുകുമ്പോൾ ഒലുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നെന്നും മുഖം കഴുകുമ്പോൾ ഒലുവിന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നെന്നും ചെല്ലണം. വെരി ഗുഡ്. ഇപ്പോഴാണ് ആദ്യം ഒന്ന് സെറ്റായത്. ഇനി ഒലുവിന്റെ പൂർണ്ണ രൂപം ഒരാൾ കാണിക്കണം. ആരാണ് റെഡിയുള്ളത്? നിങ്ങൾ. റെയ്ഹാൻ പറഞ്ഞാട്ടെ. ഒലുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹി അല്ലദീ ജഅല മാ തൗറ എന്ന് ചൊല്ലിക്കൊണ്ട് 3 പ്രാവശ്യം കൈ 3 പ്രാവശ്യം കഴുകുക. അറക്കോ ബ്രഷോ ഉപയോഗിച്ച് പല്ലുകൾ തേക്കുക. വായിലും മൂക്കിലും വെള്ളം കയറ്റി ചീറ്റുക. മുഖം മുഴുവൻ തടവൽ
എന്തിനാണ് എന്ന് തോന്നുമോ? നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നിനും സമയമില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും. താല്പര്യമുള്ളവർ നമ്മുടെ ഈ കമ്മിറ്റി മെമ്പർമാരുമായോ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു മഹത്തായ സംവിധാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ നമ്മുടെ മദ്രസയുമായിട്ട് സഹായിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നബിദിനം ആഘോഷിക്കണോ വേണ്ടോ എന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടം. പോലും കരഞ്ഞ
ഭൂമി കാരഞ്ഞിടുന്നു കഥയിൽ കണ്ട് കാട്ടുകാടൽ പോലും സ്തംഭിച്ചു നിന്നിടുന്നു ഭൂമി കാരഞ്ഞിടുന്നു കഥയിൽ കണ്ട് കാട്ടുകാടൽ പോലും സ്തംഭിച്ച് നിന്നിടുന്നു കഥളിപ്പൂവിൻ മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിച്ചൂടുമ്പോൾ കഥ മാറുന്നു കരഞ്ഞെത്തുന്നു ഖലീലുള്ളാഹി ഇബ്രാഹീമിൻ കഥളിപ്പൂവിൻ